നമസ്കാരം. കൊല്ലവർഷം 1199 മകരം കുംഭം മാസങ്ങൾ ചേർന്നതാണ് 2024 ഫെബ്രുവരി. മകരം 18 ഫെബ്രുവരി 1 വരും. ഫെബ്രുവരി 29 കുംഭം 9 താരതമ്യേന ചെറിയ മാസമാണ് ഫെബ്രുവരി. 4 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന അതിവർഷം ഈ ആണ്ട് വരുന്നതിനാൽ ഫെബ്രുവരി 28 ദിവസങ്ങളല്ല 29 ദിവസങ്ങളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഈ മാസത്തിൽ ആദിത്യൻ മകരം, കുംഭം എന്നീ രാശികളിലും തിരുവോണം, അവിട്ടം, ചതയം എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്നതാകുന്നു. ഫെബ്രുവരി 1 ചിത്തിര നക്ഷത്രവുമാകുന്നു. ഫെബ്രുവരി 29 ആകുമ്പോൾ ചന്ദ്രൻ ഒരു വട്ടം രാശിചക്രഭ്രമണം പൂർത്തിയാക്കി വീണ്ടും ചിത്തിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതാകുന്നു. കൃഷ്ണപക്ഷ ഷഷ്ടിയിൽ തുടങ്ങി കൃഷ്ണപക്ഷ പഞ്ചമി വരെയുള്ള തിഥികളിലാണ് ഫെബ്രുവരി വരുന്നത്. കൂടാതെ ഫെബ്രുവരി 9 കറുത്തവാവും 24 വെളുത്തവാവും സംഭവിക്കുന്നതുമാകുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ജ്യോതിഷപരമായി വളരെയധികം സൗഭാഗ്യങ്ങൾ ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഇനി പരാമർശിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. വ്യാഴം ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നത് ആശ്വാസകരമാണ് എന്ന് തന്നെ പറയാം. സൂര്യന്റെ 10, 11 ഭാവങ്ങളിലെ സഞ്ചാരത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശോഭനമായ കാര്യങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ചുമതലകളും വന്ന് ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ മാസം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിരാശപ്പെടേണ്ടതായി വരുന്നതല്ല. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമയം വിദേശത്ത് പോലും ജോലി ലഭിക്കുവാനും അതേപോലെ തന്നെ ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലം തന്നെയാണ് സമയം. കൂടാതെ സ്വത്തുക്കളിൽ നിന്നും ആദായം വന്ന് ചേരും. പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ തുറന്നു ലഭിക്കുന്ന അവസരം കൂടിയാണ് ഫെബ്രുവരി മാസം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുമതികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. കച്ചവടത്തിൽ നിന്നും ആദായം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ഈ സമയം സാംക്രമിക രോഗങ്ങൾ, വാദം തുടങ്ങിയ രോഗങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശാധിപനായ ചൊവ്വ ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയാൽ ആത്മവിശ്വാസം പെട്ടെന്ന് വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കർമ്മരംഗത്ത് നിങ്ങൾക്ക് ആരെയും പ്രതിരോധിക്കുവാൻ, അവർക്കെതിരെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് പ്രത്യേകിച്ചും ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരുക. ശത്രുക്കൾ ആര് തന്നെയാണ് എങ്കിലും അവരുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി മറികടക്കുവാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മത്സരങ്ങളുണ്ട് എങ്കിൽ അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. അച്ഛനിൽ നിന്നും വാത്സല്യം, സാമ്പത്തികപരമായ ആനുകൂല്യം എന്നിവ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ദിശാബോധം വന്ന് ചേരുന്ന സമയമാകുന്നു. അതിനാൽ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ വിദ്യാതടസ്സം അകലും. കൂടാതെ ജീവിതത്തിൽ ശത്രുശല്യമുണ്ട് എങ്കിൽ ശത്രുശല്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ദാരിദ്ര്യം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ സ്വസ്ഥത പുലരുന്ന അവസരം തന്നെയാണ് ഇത്. പ്രണയികൾക്ക് കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും. ഉത്സവ ആഘോഷങ്ങൾ അല്ലെങ്കിൽ മറ്റ് ശുഭകരമായ കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് മുൻപിൽ തന്നെ നിൽക്കുവാനും ആ കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായി അല്പം ശ്രദ്ധ പുലർത്തണം. തീർച്ചയായും നിങ്ങൾ പതിവ് പരിശോധനകൾ മുടക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക.
മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാർക്കും നേട്ടങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു സമയമാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നതാകുന്നു. കൂടാതെ സ്വന്തം മിടുക്കുകൾ തിരിച്ചറിയുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ബിസിനസ്സിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുവാനുള്ള ശ്രമങ്ങൾ അത് ഫലവത്താകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂട്ടുകച്ചവടത്തിൽ പുതിയ കരാറുകൾ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ജോലിക്കായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശ്രമങ്ങൾ, അതായത് ജോലിക്കായുള്ള ശ്രമങ്ങൾ ലക്ഷ്യം കാണുന്നതാകുന്നു. ഗൃഹം മോടി പിടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വായ്പാ സഹായങ്ങൾ പല അവസരങ്ങളിലും വേണ്ടിവരും എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദാരിദ്ര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ ഒരു പരിധിവരെ കടം ഒഴിവാക്കി ജീവിതത്തിൽ സ്വസ്ഥത കൊണ്ടുവരുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ശത്രുശല്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകലുന്ന സമയമാണ് ഫെബ്രുവരി മാസം എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എങ്കിലും അത് ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം രോഗദുരിതങ്ങളിൽ നിന്നും ആശ്വാസം ഒരു പരിധിവരെ ലഭിക്കുന്ന സമയമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതി വളരെ ഗുണകരമായി മാറുന്ന അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ മത്സരങ്ങളിൽ അനായാസമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരും. സംഘടനകളിൽ നേതൃത്വം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പൊതുപ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെ വന്നു ചേരും. കൂടാതെ സർക്കാർ സർവീസിലും അല്ല മറ്റു ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് തൊഴിൽ അന്തരീക്ഷം കൂടുതൽ അനുകൂലമാവുകയും അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. സ്ഥാനോന്നതി പ്രതീക്ഷിക്കാവുന്നതാണ്. പുരസ്കാരങ്ങൾ പ്രതീക്ഷിക്കാം. വേതന വർധനവ് വന്നു ചേരുന്ന ഒരു സമയമാകുന്നു. കൂടാതെ ഈ സമയം ഗാർഹികമായി അല്ലെങ്കിൽ കുടുംബപരമായി ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കടബാധ്യതകളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. അപകടം, അതേപോലെ വീഴ്ച, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിൽ പോലും ഫെബ്രുവരി മാസത്തിൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ തടയുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം ദാരിദ്ര്യം അല്ലെങ്കിൽ കടബാധ്യതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനും അതേപോലെ തന്നെ ശത്രുശല്യങ്ങളെ ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തീർച്ചയായും ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ പദവികൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരമാണ് ഇത്. കൂടാതെ ഔദ്യോഗികമായി നിങ്ങൾക്ക് അനുകൂലമായ സ്ഥിതി വന്നു ചേരും എന്ന പ്രത്യേകതയുമുണ്ട്. പ്രത്യേകിച്ചും ഈ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനാൽ തുടക്കത്തിൽ വിചാരിച്ച കാര്യങ്ങൾ അത്ര ശുഭകരമായി ഭവിക്കണം എന്നില്ല. അതിന്റെ അർത്ഥം ശുഭകരമായ കാര്യങ്ങൾ നടക്കില്ല എന്നല്ല, വിചാരിച്ച അത്രയും നടക്കണം എന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തുടങ്ങും. കൂടാതെ നവസംരംഭങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. കലാകാരന്മാർക്കും അതേപോലെ സാഹിത്യകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ, അത് സന്താനങ്ങളുടെ വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുക, അതേപോലെ തന്നെ ജോലി ലഭിക്കുക, അത്തരത്തിൽ നല്ല കാര്യങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുടെ വിവാഹ കാര്യം, അതേപോലെ അത്തം നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക, അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. കടം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വായ്പാ തിരിച്ചടവുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ അടയ്ക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നു ചേരും.
കൂടാതെ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു മാസം കൂടിയാണ് ഫെബ്രുവരി മാസം. അതിനാൽ ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖ നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനം ചെയ്യാറുണ്ട് എങ്കിലും വിചാരിച്ച ഫലം ലഭിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. ദിവസവേതനക്കാർക്ക് ജോലിയിൽ മുടക്കം കൂടാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതാകുന്നു. അതിനാൽ ദിവസവേതനക്കാർക്കും അനുകൂലമാണ് ഫെബ്രുവരി മാസം. ഉദ്യോഗസ്ഥർക്ക് അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്. സ്ഥാനോന്നതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വഴിമാറുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളിലും സഹോദരന്മാരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിദേശത്തെ ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്. കൂടാതെ ഗാർഹികവും അതേപോലെ തന്നെ പ്രായോഗികവുമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത്തരം കാര്യങ്ങൾ ഒഴിവായി പോകും. അതായത് ഗാർഹികമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ആവശ്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടേണ്ടതായി വന്നു ചേരുന്ന അവസ്ഥയാണ് എങ്കിൽ പോലും അതിൽ ഒരു മാറ്റം വന്നു ചേരുന്ന അവസ്ഥ തന്നെയാണ് ഫെബ്രുവരി മാസത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. പ്രത്യേകിച്ചും മക്കളുടെ വിവാഹം ഉറപ്പിക്കുക, ജോലിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക, അല്ലെങ്കിൽ ജോലി ലഭിക്കുക, വിധിയിൽ പെട്ടെന്ന് നേട്ടങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളും ഫെബ്രുവരി മാസത്തിൽ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ശാരീരികമായി അല്പം ഉയർച്ച നേടുവാൻ സാധിക്കും. അതായത് രോഗദുരിതങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാകുന്നു. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ അനുകൂലമായ സമയമാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും.